ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ലിപ് ബാം ഉണ്ടാക്കിയത്. കാണിച്ചു തരാം. എൻ്റെ ഇവിടെ കാറ്റൊക്കെ ഉള്ളപ്പോൾ തണുപ്പൊക്കെ ഉള്ളപ്പോൾ ചുണ്ട് വെള്ളിയിറങ്ങുമ്പോൾ പൊട്ടും. അപ്പോൾ അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വാട്സെലിനല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നും ചേർക്കാതെ തേനും പിന്നെ ഒരു നെയ്യും ഒരു ബീറ്റ്റൂട്ടും കൂടെ ഉണ്ടാക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഈ കടയിൽ മേടിക്കുന്നതൊക്കെ പിള്ളേരൊന്നും തേക്കത്തില്ലല്ലോ. അപ്പോൾ വീട്ടിലെങ്ങനെ ഈസി ആയിട്ടുണ്ടാകുന്നറിയാം. ആദ്യം നമുക്ക് ഇവിടെ ഞാനിത് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയിട്ട് ഇതിനെ നമുക്ക് ഉരയ്ക്കണം. ഞാൻ നേരത്തെ ഉരച്ചത് എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ നേരത്തെ പിരിഞ്ഞിട്ട് നമ്മൾ അതിൽ ഞാൻ ചൂടാക്കണം. അത് പിരിഞ്ഞ് നമുക്ക് തോന്നുക. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഒന്നും കൂടെ പിരിയാവുന്ന ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ ചൂടാക്കണം. ഞാൻ ചൂടാക്കുന്നപ്പോൾ ഇതിൻ്റെ നല്ലപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് വേണം ചൂടാക്കാൻ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്പൂണുണ്ട് കണ്ടോ. നല്ല മിക്സ് ആക്കണം. ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. ഇച്ചിരി എടുത്താൽ മതിയായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു നെയ്യ് ഇടാൻ പോവാണ്. കുറച്ചേ ഇട്ടുള്ളൂ, കുറച്ചിട്ടാലും മതി. നമുക്കിനിയും ഇത് ഒഴിക്കാം. ഇത് തേനാണ്, കട്ട പിടിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ചൂടാക്കാം. ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ. കഴിഞ്ഞ് നമുക്കിനി നല്ലപോലെ മിക്സാക്കി നമ്മൾ ഇട്ടില്ലേ, നല്ലപോലെ മിക്സാക്കി ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് ഒഴിക്കാം. കയ്യിൽ തൊട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാ ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, ഇതുപോലെയാണ്. ആദ്യം ഞാൻ ഇതുപോലെ ഉരച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഉരച്ചിട്ട് ആ തൊലി കളയരുത്. നിങ്ങൾ വേസ്റ്റ് ആക്കുന്നതിന് മുമ്പേ ഇത് കുട്ടികളുടെ ചുണ്ടി തേച്ച് കൊടുക്കണം. നമുക്ക് ഒഴിക്കാം. ഇച്ചിരിയൊക്കെ ഒഴിച്ചാൽ മതി. നമുക്കിത് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാവരും ഇത് ചെയ്ത് വെക്കണം. ടാറ്റാ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി എൻ്റെ അനിയത്തിയുടെ എൻ്റെ ചുണ്ടിലും തേച്ച് കാണിക്കാം. എൻ്റെ അനിയത്തിയുടെ ചുണ്ടിൽ ഞാൻ തേച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ തേച്ച് നോക്കാം. നല്ലപോലെ കട്ടയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. കണ്ടോ. ഇനി അനിയത്തിയുടെ ചുണ്ടി കാണിച്ചു തരാം.